ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭയുടെ മുണ്ടുകോട്ടയ്ക്കൽ എന്ന പ്രദേശത്താണ്. ഇവിടുത്തെ പ്രദേശവാസികളുടെ ഏറ്റവും വലിയ പ്രശ്നം യാത്രാ ദുരിതമാണ്. അതിന് സഞ്ചാരയോഗ്യമായ നല്ല റോഡില്ലാത്തതാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തകർച്ചയിലായി പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന റോഡിൽ കൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. എന്തായാലും ഈ വിഷയമാണ് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വാർഡിലെ കൗൺസിലറാണ് സജിച്ചേട്ടൻ. സജിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ ഈ വാർഡിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. എന്താണ് ഇതിൻ്റെ ഒരു സാങ്കേതിക തടസ്സം? നമ്മൾ ആദ്യം പറയുന്ന പോലെ ഈ പഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും ഒക്കെ മധ്യത്തൂടെ കടന്നു വന്ന റോഡാണ്. അതിൻ്റെ സാങ്കേതിക പ്രശ്നം കൊണ്ടാണോ ഇത് ഇങ്ങനെ ഈ റോഡ് നന്നാക്കാതിരിക്കാനുള്ള കാരണം? ശരിക്കും ജില്ലാ പഞ്ചായത്താണ് റോഡിൻ്റെ അധികാരി. ജില്ലാ പഞ്ചായത്താണ് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട അധികാരവും ചുമതലയും കടമയും ജില്ലാ പഞ്ചായത്തിനാണെന്നാണ് നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ കാര്യത്തിൽ ജനപ്രതിനിധികളുടെ സഹായം ഉണ്ടാകണം. വേണ്ടപ്പെട്ടവർക്ക് എല്ലാം ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ നമ്മൾ നിരവധി പ്രാവശ്യം ഇവിടുത്തെ നാട്ടുകാരുടെ ആഭിമുഖ്യത്തിൽ നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടുള്ള ആളാണ്. നഗരസഭാ കൗൺസിലർ, അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം, പ്രദേശവാസികൾ, ഇവർക്കെല്ലാം ഇതിനകത്ത് നിരന്തര പോരാട്ടത്തിലാണ്. പക്ഷേ പണികൾ നടക്കുന്നില്ല എന്നുള്ള ഒരു സാങ്കേതിക പ്രശ്നമാണ് നമ്മൾ ഫണ്ടിങ് നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. ടെൻഡർ നടപടി പൂർത്തിയാക്കേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. എസ്റ്റിമേറ്റ് എടുക്കേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. AS&TS കൊടുക്കേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. കസ്റ്റോഡിയൻ ജില്ലാ പഞ്ചായത്താണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ മന്ത്രിമാരടക്കമുള്ളവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്? ഉണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാം മെയിൽ ചെയ്ത് കൊടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. പ്രദേശവാസികളുടെ അപകടങ്ങൾ ഒരു നിത്യസംഭവമായി മാറിയ സാഹചര്യത്തിൽ അതല്ലാതെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. അതിനകത്ത് നമ്മുടെ ആശങ്കകളെല്ലാം നമ്മൾ കൃത്യമായി ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരെ എല്ലാം കൃത്യമായി പത്രധാര, സാമൂഹിക മാധ്യമങ്ങൾ, അതേപോലെ തന്നെ പിന്നെ ദൃശ്യമാധ്യമങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതുമായി ഫോളോ അപ്പും ഉണ്ട്. ഇക്കാര്യത്തിൽ ഈ രണ്ട് പഞ്ചായത്തുകളെയും നഗരസഭയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ്. മൈലപ്പുറം പഞ്ചായത്തിൻ്റെ അംഗമാണ്, പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇത് നന്നാക്കാനുള്ള റോഡ് നന്നാക്കാനുള്ള നടപടികളൊക്കെ അങ്ങനെ വല്ല നിർദ്ദേശങ്ങളോ ഉത്തരവോ വല്ലതും ഉണ്ടോ? പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ പല പ്രാവശ്യവും അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു നടപടി പ്രവൃത്തിയിലായിട്ടില്ല. അതിനുള്ള സാങ്കേതിക തടസ്സം എന്താണ്? സാങ്കേതിക തടസ്സം എന്ന് പറയുന്നത് പിന്നെ ഫണ്ടിൻ്റെ ലഭ്യത കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ മൈലപ്ര പഞ്ചായത്തിന് ഇത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഫണ്ടില്ലാത്തൊരു ഒരു പഞ്ചായത്താണ്. ഓൺ ഫണ്ട് തീരെ ഇല്ലാത്തൊരു പഞ്ചായത്താണ്. പഞ്ചായത്തിന് ഈ ഫണ്ട് കൊണ്ട് ഈ റോഡ് ശരിയാക്കാൻ പറ്റത്തില്ല. ഒന്നീ ജില്ലാ പഞ്ചായത്താണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. ജില്ലാ പഞ്ചായത്താണ് ഈ റോഡ് ഏറ്റെടുത്ത് ഉത്തരവാദിത്വത്തെ ചെയ്യേണ്ടുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പറിനോടും പല പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടു, ചെയ്യാം എന്ന് പല പ്രാവശ്യം എന്നോട് പറയുന്നു. പക്ഷേ ഇതുവരെയും പ്രവൃത്തിയിലായിട്ടില്ല. കാരണങ്ങൾ വ്യക്തമാക്കുന്നില്ല. എന്താണ് ഇത് ശരിയാക്കാനുള്ള സാങ്കേതിക തടസ്സമുള്ള കാര്യങ്ങൾ ഈ അധികൃതർ ആരും പറയുന്നില്ല. പക്ഷേ നിരവധി അപകടങ്ങൾ നടക്കുന്നു. കുട്ടികളടക്കം സ്കൂളിൽ പോകുന്ന ഈ വഴി, സ്കൂൾ ബസ് അടക്കം ഈ വഴിയാണ് പോകുന്നത്. അപ്പം ഏകദേശം 3 പ്രൈമറി സ്കൂളും 1 ഹൈസ്കൂളും 1 TTAയും 1 ഹയർ സെക്കൻഡറി സ്കൂളും ഈ റോഡിൽ കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാം ഈ റോഡിൽ കൂടെയാണ് പോകുന്നത്. ഇതെല്ലാം ഞങ്ങൾ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പരാതി എന്ന് പറയുന്നത്. ഇവിടുത്തെ MLA എന്ന് പറയുന്നത് ജനീഷ് കുമാറാണ്. അദ്ദേഹത്തിനോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഫണ്ട് അനുവദിക്കുന്നു എന്ന് പറയുന്നു. പല പ്രാവശ്യം എസ്റ്റിമേറ്റും എടുത്തു. പക്ഷേ ഇതുവരെ അത് നടപ്പിലായിട്ടില്ല. ചോദിക്കുമ്പം ഒന്നും ആയിട്ടില്ലെന്നാണ്. അല്ല, ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ഇപ്പോൾ ഒരു 5 വർഷം കൊണ്ട് ഞാൻ കയറിയ സമയം മുതൽ ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ചെയ്യാം എന്നാണ് പറയുന്നത്. ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, ചെയ്യാം. പക്ഷേ ഇത്രയും ലേറ്റായിട്ട് ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. നിരന്തരമായിട്ട് ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2 വീലർ കൊച്ചു പിള്ളേരൊക്കെ വന്ന് മിക്കവാറും ഇവിടെ വീണിട്ട് അപകടങ്ങൾ നിരന്തര സംഭവമാണ്. കടമനട്ട മുതൽ കല്ലേലി, മുക്കാലേലി, വല്യേന്തി, മൈലപ്ര വരെയുള്ള 250-ൽ കൂടുതൽ ആൾക്കാർ പ്രധാന റോഡാണിത്. പക്ഷേ ഇതാണ് ടൗണിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ റോഡെന്ന് പറയുന്നത്. ഇതാണ്. മറ്റ് റോഡുകളോ മറ്റു ടൗണിൽ എത്താൻ വേറെ റോഡുകളൊന്നും ഇല്ലേ? ഇതാണ് പ്രധാന റോഡ്. ടൗണിൽ എത്തിച്ചേരാനുള്ള പ്രധാന റോഡ് ഇതാണ്. ഇത് ഡ്രെയിനേജോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടാണ് ഇവിടെ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു വലിയ ആവശ്യമാണ് ഈ റോഡ്. ആവശ്യത്തിന് ഡ്രെയിനേജും കലുങ്കുകളും കൊടുത്തുകൊണ്ട് തന്നെ നല്ല
ഒരു പണി ഇവിടെ പൂർത്തിയാക്കണം എന്നുള്ളത് ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിട്ട് വന്നിട്ടുണ്ടിരിക്കുകയാണ്. നമ്മൾ അധികാരപ്പെട്ടവരെ എല്ലാം വ്യക്തമായിട്ട് അറിയിച്ചിട്ടുള്ളതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഇപ്പം ജനപ്രതിനിധികൾ എന്ന നിലയിൽ ജനങ്ങൾ നമ്മളോടാണ് പരാതി പറയുന്നത്. അപ്പം നമ്മളും ആ സമയത്ത് നിസ്സഹായരാവുന്ന ഒരവസ്ഥയാണ്. കാരണം അധികാരികളെ ഇത് ഓൾറെഡി പറഞ്ഞു, ജില്ലാ പഞ്ചായത്തിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള ഒരു റോഡിൽ നമ്മൾ അധികാരികളെ കൃത്യമായിട്ട് അറിയിച്ചിട്ടും ഒന്നും അതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളും അവിടെ നിസ്സഹായരായി മാറുകയാണ്. ജനങ്ങളുടെ പരാതി കേൾക്കുമ്പോൾ അധികാരികളെ നമ്മൾ അറിയിക്കുന്നുണ്ട് കൃത്യമായിട്ട്. പക്ഷേ ഇതിന് ഈ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ 15 വർഷങ്ങളായിട്ട് ഈ റോഡിൻ്റെ ഈ അവസ്ഥ തുടരുകയാണ്. അതൊരു വലിയ കാലയളവാണ്. ഈ റോഡ് പണി എന്നൊക്കെ പറയുമ്പം അതൊരു വലിയ കാലയളവാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇൻഷുറൻസും ടാക്സും കൃത്യമായിട്ട് അടച്ചുകൊണ്ടാണ് ഓരോ വണ്ടികളും നിരത്തിലിറങ്ങുന്നത്. അപ്പോഴും അവർക്ക് വേണ്ട ഒരു യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഏതൊരു ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഏതൊരു ഭരണത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. അത് തീർച്ചയായിട്ടും നടപ്പിലാക്കണം എന്നാണ് ജനങ്ങളെല്ലാവരും പറയുന്നത്. മുനിസിപ്പാലിറ്റി ഏറ്റവും തകർന്ന റോഡ് ഇത് തന്നെയാണോ? അതെ, ഏറ്റവും തകർന്ന റോഡ് ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഈ കോവിഡാനന്തരം വന്ന ഒരു പ്രശ്നങ്ങൾ കാരണം ഫണ്ടുകൾ കുറവായിരുന്നു. ഇപ്പോഴാണ് പിന്നെ കുറച്ചുകൂടെ ഫണ്ടുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പണികൾ പൂർത്തിയാക്കുന്നുണ്ട്. നമ്മുടെ വാർഡെന്ന് പറഞ്ഞാൽ ഒരു വലിയ വാർഡാണ്. പത്തനംതിട്ട നഗരസഭയിൽ തന്നെ ഒരു ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതിയുള്ള ഒരു വാർഡാണ് 6ാം വാർഡ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ പരിമിതമാണ്, പര്യാപ്തമല്ല. അതുകൊണ്ട് നമുക്ക് ഈ റോഡുകളിലേക്കൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. എത്ര കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്? റോഡുകൾ 500-ന് മേൽ 1000-ന് മേൽ കുടുംബങ്ങൾ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഈ ആശ്രയിക്കുന്നത് അതിൽ കൂടുതൽ ആൾക്കാർ ഈ റോഡ് കൂടി യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടൗണിലേക്ക് എത്താനുള്ള ഒരു പ്രധാന മാർഗ്ഗമാണ്. അല്ലെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഈ പറഞ്ഞ പോലെ നാരങ്ങാണം പഞ്ചായത്തിൽ കൂടെ കയറി കടമനിട്ട വഴി കയറി അങ്ങനെ വേണം ടൗണിലെത്താൻ. അതിനേക്കാളും നല്ല റോഡെന്ന് പറഞ്ഞാൽ ദൂരക്കുറവുള്ള റോഡ് ഇതാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ കൂടുതലും ഇത് ആശ്രയിക്കുന്നത്. 3 പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന റോഡ് അല്ലേ? അതെ. പത്തനംതിട്ട നഗരസഭ, നാരങ്ങാണം പഞ്ചായത്ത്, മൈലപ്ര ഗ്രാമപഞ്ചായത്ത്, ഇത്രയും പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്നതാണ്. അതോടൊപ്പം കോന്നി മണ്ഡലത്തിലൂടെയും ആറന്മുള മണ്ഡലത്തിലൂടെയും കടന്നു പോകുന്ന റോഡാണ്. അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെയാണ് റോഡ്. ജില്ലാ പഞ്ചായത്താണ് കസ്റ്റോഡിയൻ. ഇതിൻ്റെ ശോചനീയാവസ്ഥയെ കൂടാതെ തെരുവ് നായ്ക്കളുടെ വലിയൊരു ശല്യം. അപ്പോൾ ഈ 2 വീലേഴ്സ് വരുമ്പോൾ ഈ നായെടുത്ത് ചാടുന്നു. ഈ കട്ടർ കാരണം അപകടങ്ങൾ വളരെ ഉണ്ടാകുന്നു. വലിയ അപ്പം ഞാൻ കൂടുതലും 2 വീലർ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം വൈഫൊക്കെ കൂടുതൽ ഒരാൾ പുറകിലുണ്ടെങ്കിൽ ഇതിലെ കയറി വരാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ റോഡ് നന്നാക്കി തരണം എന്ന് നാട്ടുകാരോടൊപ്പം ഞാനും ആവശ്യപ്പെടുന്നു. എന്തായാലും പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം യാത്രാ ദുരിതം വലിയ പ്രശ്നമാണ്. രോഗികളെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഒപ്പം കുട്ടികളെ സ്കൂളിൽ വിടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഈ പ്രദേശവാസികൾ നമ്മളോട് കൃത്യമായി ഓരോ കാര്യങ്ങളും അവരുടെ അവസ്ഥ പങ്കുവയ്ക്കുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ റോഡിലെ ആശുപത്രി മറ്റു കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ഈ റോഡ് അവസാനിക്കുന്നിടത്താണ് നാരങ്ങാനം പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം. അവിടെ നാരങ്ങാനം പഞ്ചായത്തിലുള്ള ആൾക്കാരെല്ലാം വരുന്നതാണ്. അവിടെയാണ് ഏറ്റവും വലിയ കുഴിയുള്ളത്. അവിടെ ഈ കുഴിയുള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ പോകാൻ മടിക്കുന്നു, അത് അങ്ങോട്ട് വരാൻ മടിക്കുന്നു. ആശുപത്രി വളരെ നല്ല രീതിയിൽ ആൾക്കാർ വരുന്ന ചികിത്സിക്കേണ്ട സമയത്ത് അവിടെ പോകുന്ന വഴിക്കും നല്ല ആശുപത്രിയും ഡോക്ടർമാരും, പക്ഷേ നമുക്ക് പോകാൻ പറ്റുന്നില്ല, പോകാനൊക്കത്തില്ല. അതാണ് കാര്യം. അപ്പം പിന്നീട് ഈ വണ്ടികൾ കുറവൊക്കെ ആയതുകൊണ്ട് വിജനമായി കിടക്കുന്നതുകൊണ്ട് പട്ടികളുടെ ശല്യം ഈ റോഡിൽ ഭയങ്കരമായിട്ടുണ്ട്. രാത്രിയിലെങ്ങാനും 2 വീലർ കൊണ്ട് ഇതുവഴി വരത്തില്ല. വന്നു കഴിഞ്ഞാൽ പട്ടികളെടുത്ത് മുമ്പിൽ ചാടിയിരിക്കും. 15 വർഷമായിട്ട് ഈ റോഡ് മാത്രമാണ് ഈ ജില്ലയിൽ, അതായത് പ്രത്യേകിച്ച് നഗരസഭയിൽ വേറെ റോഡുകളൊന്നും ഇല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ശരിയാണോ? മെയിൻ പ്രധാന റോഡ് ഇത് തന്നെയാണ്. ധാരാളം ഈ ശബരിമല സീസണിലൊക്കെ ആളുകൾ സമീപ പ്രദേശങ്ങളെല്ലാം റോഡ് നല്ല സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ റോഡിൻ്റെ മാത്രം എന്താണ് ഇങ്ങനെ അവഗണന? സമീപ പ്രദേശങ്ങളിലെ റോഡുകളെല്ലാം മോശമാണ്. ഈ റോഡും മോശമാണ്. അപ്പം ഇത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നുള്ളത് ജനങ്ങളുടെ ഒരു പ്രതീക്ഷയാണ്. ഇപ്പം ജനങ്ങളെല്ലാം വളരെ നിരാശയിലാണ്. അവർക്ക് സഞ്ചാരയോഗ്യമായ റോഡ് ഈ പ്രദേശത്തില്ല. നഗരസഭയെന്ന് പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ അഭിമാനിക്കുന്നു പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നവരാണെന്ന്. പക്ഷേ നമുക്കൊരു നല്ല റോഡില്ല. അത് ഏറ്റവും വലിയ പ്രശ്നം. 15 വർഷമാണ് നല്ല റോഡില്ല. ഇല്ല. അത് ഈ മഴ പെയ്യുമ്പോൾ ഇത് റോഡാണോ തോടാണോ എന്നറിയത്തില്ല. ആ സമയത്ത് വന്നെങ്കിലേ അതറിയത്തുള്ളൂ. വലിയൊരു തോട് ഇതുവഴി പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അന്നേരം യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് ഇത്രയും ആളുകൾ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ വാഹനമൊക്കെ ഉണ്ടോ?
വാഹനമുണ്ട്, ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് പട്ടിയുടെ ശല്യം അതിരൂക്ഷം. കൂട്ടം കൂട്ടമായിട്ട് നായ്ക്കൾ നിൽക്കുക, പിന്നെ ചാടി വണ്ടിക്കകത്ത് കയറുക, അല്ലെങ്കിൽ സ്കൂട്ടറുകാരനെ ആക്രമിക്കുക. അതിനെ നമ്മൾ തൊടാൻ പറ്റത്തില്ല. ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ജനങ്ങൾ മൊത്തത്തിൽ പരിഭ്രാന്തിയിലാണ്, അവർ നിരാശയിലാണ്. ഈ സ്കൂൾ ബസ്സൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. സ്കൂൾ ബസ്സെല്ലാം ഇതുവഴി പോകുന്നുണ്ട്, പക്ഷേ വളരെ കുറവാണ് ഇതുവഴി പോകുന്നത്. കാരണം ഈ നമ്മുടെ റോഡിൻ്റെ സ്ഥിതി ഇതല്ലേ. ഈ റോഡിൽ കൂടെ പോയാൽ മുതലാകത്തില്ലല്ലോ വണ്ടി ഓടി. കുട്ടികളപ്പോൾ എങ്ങനെ പഠിക്കാൻ പോകുന്നത്? കുട്ടികളൊക്കെ എൻ്റെ കുട്ടികൾ പ്രായമായ കുട്ടികൾ, അവരൊക്കെ ജോലിയായി ഒക്കെയല്ല. മറ്റുള്ള വീട്ടുകളിലെ പൊതുവെയുള്ള അവരൊക്കെ വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷേ അഞ്ച് സ്കൂളുകളിലെ ബസ് 5 ബസ് ഇതുവഴി വരുന്നുണ്ട്. ഈ കുഴി ചാടിയാണ് പോകുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർ അറിയത്തില്ല. ഒരല്പം കൂടെ പ്രായമായി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മുടെ വരും തലമുറയെ നമ്മൾ കുറേയൊക്കെ ചിന്തിക്കണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കൂടുതൽ ഞങ്ങളുടെ കാര്യം മാത്രമല്ല നമ്മുടെ വരും തലമുറയെ കൂടെ ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ KSRTC സർവീസ് ഉള്ള റോഡായിരുന്നു നിർത്തി. KSRTC സർവീസ് ഉണ്ടായിരുന്നു കോവിഡിന് മുമ്പ് വരെ. അത് പിന്നെ എന്തൊക്കെയോ കാരണം നിർത്തിയ റോഡിൻ്റെ പ്രശ്നം കൊണ്ടാണോ? റോഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം എന്നുള്ളത് വിചാരിക്കുന്നു. കാരണം ഇതുവഴി കളക്ഷൻ കിട്ടാഴിക എന്തായിരുന്നാലും വരത്തില്ല. കാരണം ഇത്രയും 10,000-1500ഓളം വീടുകൾ ഈ പരിസരത്തുണ്ട്, ഈ റോഡ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കളക്ഷൻ്റെ കുറവായിരിക്കത്തില്ല, റോഡിൻ്റെ കുറവ് തന്നെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെ നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ച് പോകാം? ഇല്ല, ഓട്ടോ വിളിച്ചാൽ ഓട്ടോ വരത്തില്ല. 2 വീലറെ പോകാമെന്ന് വിചാരിച്ചാൽ മുമ്പേ ഞാൻ പറഞ്ഞത് അവസ്ഥ. കാരണം ഡിസ്ക് പോവും. പിന്നെ കുറച്ച് നടന്നോ കുറച്ച് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വണ്ടിയിലൊക്കെ കയറിയോ ഒക്കെ പോകുക എന്നുള്ളതല്ലാതെ ഏതായാലും പോകാതിരിക്കാം, ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഈ റോഡിൻ്റെ എല്ലാ ഭാഗവും തകർന്ന് കിടക്കുക. എല്ലാം തകർന്ന് കിടക്കുക. ഇതിൻ്റെ താഴോട്ടും മേളിലോട്ടും ഒക്കെ പോയി നോക്കി കഴിഞ്ഞിരുന്നാൽ സാറിനറിയാം എന്തുമാത്രം കുഴിയുടെ ആധിക്യമാണ്. ഈ KSRTC ബസ് അടക്കം സർവീസ് നടത്തുന്ന റോഡാണ്. ഇപ്പോൾ അത് നിർത്തിയിരിക്കുകയാണ്. അത് പ്രധാനമായി റോഡിൻ്റെ ശോചനീയാവസ്ഥ കൊണ്ടാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ? ഞാനിവിടുത്തെ ഒരു സ്ഥിര താമസക്കാരനാണ്. ഈ വർഷങ്ങളായിട്ട് ഈ റോഡ് ഇതുപോലെ മോശമായിട്ട് കിടക്കുക. ഒരു ഓട്ടോക്കാരെ വിളിച്ചാൽ പോലും അത്യാവശ്യം വരികയില്ല. അത്യാവശ്യ കാര്യങ്ങളൊന്നും അതുപോലെ നടക്കുന്നില്ല. അതുകൊണ്ട് ഈ റോഡ് ഒന്ന് വൃത്തിയായിട്ട് കിട്ടിയാൽ നാട്ടുകാർക്കെല്ലാം ഉപകാരമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ഈ വാഗ്ദാനം വല്ലതും ഉണ്ടോ? വാഗ്ദാനങ്ങൾ ഇപ്പോൾ അത് പറയുന്ന പോലെ ഒന്നും എല്ലാവർക്കും നടത്താൻ ഒക്കെയല്ല, അവരുടെയും കുറ്റമല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇതൊന്ന് ശരിയാക്കി കിട്ടിയാൽ നല്ലതായിരുന്നു, നാട്ടുകാർക്ക് ഉപകാരമായിരുന്നത്. അപകടങ്ങൾ ഒഴിവാക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ മക്കൾ ഇവിടെ സ്കൂളിൽ താഴെ പഠിക്കുന്നുണ്ട്. അവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഈ യാത്രയൊക്കെ, വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ മഴയൊക്കെ വന്ന് ഒന്നുകൂടെ റോഡ് ഭയങ്കര ദുഷ്കരമായി. എത്രയും പെട്ടെന്ന് റോഡ് പണി നടക്കണമെന്നുള്ളതാണ് പറയാൻ. വാഹനമൊക്കെ ഉണ്ടോ? മോനാണെങ്കിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ബൈക്കിൽ നിന്ന് തന്നെ വീഴുകയും ചെയ്തു. സൈഡ് കൊടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ, വേറൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നത്. കുണ്ടും കുഴിയാണ് പ്രധാന വിഷയം. അതാണ്. ഈ റോഡിന് ഓട സൗകര്യങ്ങളൊന്നുമില്ല. ഓട സൗകര്യം ഒന്നുമില്ല. വെള്ളം ശരിക്കും നടുക്കൂടെ തന്നെ, റോഡിൻ്റെ നടുക്കൂടെ തന്നെ പോകുന്നതുകൊണ്ട് വീണ്ടും കുണ്ടും കുഴിയായിട്ട് കിടക്കുക. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയത്തില്ല എവിടെയാണ് കുഴി എന്നുള്ളത്. നമുക്ക് വീട്ടിലെത്താൻ ഈ റോഡ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നതാണെങ്കിലും പത്തനംതിട്ട റൂട്ട് പോകുകയാണെങ്കിലും ബസ് കയറാനൊക്കെ പോകുന്നത് ഈ റൂട്ടിൽ തന്നെയാണ്. മറ്റു മാർഗ്ഗങ്ങളില്ല, മറ്റു വേറെ ഒരു വഴിയില്ല. ഇത് വഴിയാണ് നേരിട്ട് പോകുന്നത്. ഏതാണ്ട് 7ഓളം സ്കൂൾ ബസ്സുകൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സ്കൂട്ടറിലും ബൈക്കിലുമായിട്ട് പോകുന്നവരുണ്ട്. അവർക്കാണ് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത്. ഈ കഴിഞ്ഞിടെയും ഈ ഒരു കുഴിയിൽ വീണ് ഒരു യുവാവിൻ്റെ കൈ ഒടിയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ദുരിതമായിട്ട് ഞങ്ങളിറങ്ങി കുറച്ച് മണ്ണിട്ടടയ്ക്കാം എന്ന് ചൊല്ലി ആദ്യമേ കുറച്ച് സിമൻ്റ് ഇട്ടു. അപ്പോൾ 2 കുഴി അടച്ചപ്പം തന്നെ 1.5 ചാക്ക് സിമൻറ്റ് പോയി. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തിയിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് മണ്ണിട്ടപ്പോൾ അത് മഴ പെയ്താൽ സ്കൂട്ടറുകാർക്ക് അത് ഉപദ്രവമായിട്ട് തരും. അതുകൊണ്ട് അതും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ എല്ലാം കുറേ മണ്ണുകളൊക്കെ എടുത്ത് കാനയാണ് ഇതിനില്ലാത്ത. ഓടയില്ലാതെ ഈ റോഡിൽ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. കാരണം റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് സൗകര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ റോഡിലെ കുഴികൾ അടയ്ക്കാൻ മണ്ണിട്ട് കഴിഞ്ഞാൽ സ്കൂട്ടറുകാർ വീഴും എന്നുള്ളതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രധാന കാരണം, ഈ ഓടയുടെ പ്രശ്നം. ചേട്ടന് ഈ റോഡിൽ വീണ് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ വാഹനത്തിൽ എങ്ങനെയായിരുന്നു?
അവിടെ നിന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് പോയി എന്നെ. ഞാൻ ഉടനെ ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചു, ഗവൺമെൻറ് ആശുപത്രിയിൽ. നിയന്ത്രണം വിട്ടാണോ വണ്ടി? അതെ അതെ. ഞാനവിടെ വാതൊക്കെ നിൽക്കുമായിരുന്നു. അവിടെ അവർ നിയന്ത്രണം വിട്ട് വന്നതാണ്. എത്ര മാസം ഈ അപകടം ഉണ്ടായിരുന്നു? 1 മാസം. ഡെയിലി ആശുപത്രി പോയി? കഴിഞ്ഞ മാസം 30-ാം തീയതി ആയിരുന്നു. ഞാൻ മിനിഞ്ഞാന്ന് പോയിട്ട് ചാങ്ങത്തെ അഡ്മിഷൻ എടുത്തു. ഇവിടെ ഇപ്പം തിരുമിച്ചുകൊണ്ടിരിക്കുക. 9 തിരുമ വേണം. ഞാൻ അവരെ കിഴി അത് ഇതൊക്കെ കൊടു. റോഡിൻ്റെ അവസ്ഥ കാരണമാണ് ഇത്ര അപകടങ്ങളുണ്ടാവും. അതെ അതെ. റോഡ് സൈഡ് ഇല്ലല്ലോ, ഇതെല്ലാം കണ്ടില്ലേ, കുണ്ടും കുഴിയും ആയിട്ട് കിടക്കുമല്ലേ. സാറേ, ഞാൻ ഇവിടുത്തെ ഒരു പ്രദേശവാസിയാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങൾ ഇതിനടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ അവരെ എല്ലാ ദിവസവും രാവിലെ അവിടെ കൊണ്ടുപോയി വിടും, വൈകിട്ട് അവിടെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ഈ റോഡ് വളരെ മോശമായതുകൊണ്ട് ഞങ്ങൾക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു സാധാ കുടുംബത്തിലെ അംഗമാണ്. ഞാൻ സ്കൂട്ടറിലാണ് പോകുന്നത്. ഈ റോഡിൽ കൂടി പോകുന്നത് കൊണ്ട് എൻ്റെ 2 വീലറിൻ്റെ ടയറുകൾ പല പ്രാവശ്യവും പഞ്ചറായിട്ടുണ്ട്. പിന്നെ മഴക്കാലമായാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കട്ടർക്കൂട്ടിലൊക്കെ പോകുമ്പോൾ വണ്ടി പല പ്രാവശ്യം മറിഞ്ഞു പോകേണ്ടൊക്കെ സ്ഥിതിഗതികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് എല്ലാ ചിന്താഗതികളും മാറ്റിക്കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു ആക്ഷൻ എടുക്കണമെന്നാണ് ഒരു പ്രദേശവാസിയായെന്ന് ഞാൻ അപേക്ഷിച്ചു. ഈ അപകടങ്ങൾ തുടർക്കാനാണല്ലേ? കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ശോചനീയമായ അവസ്ഥയിൽ കൂടെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. കൗൺസിലർമാർ പറഞ്ഞതുപോലെ തന്നെയും ഈ നാട്ടിലെ പല വ്യക്തികളും പറഞ്ഞതുപോലെ 100% ഞാൻ അതിനോട് യോജിക്കുന്നു. എത്രയും വേഗത്തിൽ അധികാരികൾ ഇതിൽ ഇടപെട്ട് ഈ റോഡിനെ നവീകരണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും റോഡിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് പരാതികളുടെ കൂമ്പാരമാണുള്ളത്. പ്രദേശവാസികളെല്ലാം അതിന് തയ്യാറായിട്ടുണ്ട്. എന്തായാലും എങ്ങനെയുണ്ട്? അപകടങ്ങൾ തുടർക്കഥയാണ്. അപ്പം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ അത്തരം അപകടങ്ങൾ ഈ റോഡിൽ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അവസ്ഥ? അപകടം സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഈ റോഡ് ദുരവസ്ഥ കാരണം യാത്ര അത്യാവശ്യമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഞങ്ങൾ. കഴിഞ്ഞ ഞാനും വൈഫും കൂടെ പോയി വണ്ടി പഞ്ചറായി മറിഞ്ഞ് പുള്ളിക്കാരി നടുവേനുള്ള മറിഞ്ഞു വീണു. ഇപ്പം പള്ളിയിൽ പോലും പുള്ളിക്കാരി വരത്തില്ല. കാരണം ഈ റോഡ് അതുപോലെ സഞ്ചരിക്കാൻ വയ്യ. അഥവാ ഈ റോഡ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് പോയി കുഴമ്പിട്ട് തിരുമാ കിടന്നുറങ്ങാൻ പറ്റും. അതുപോലെ തോപ്പലയും എല്ലാം ഈ പണ്ട് ഹാൻഡിൽ എപ്പോഴും നമ്മൾ പിടിച്ചില്ല പോകാൻ പറ്റുള്ളൂ. കാരണം എല്ലാം കുഴിയാണ്. ഓരോ കുഴി ചാട്ടി പിടിച്ച് വേണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടന്നായി മലപ്പയ്ക്കാൻ പോകുന്നത്. അത്ര കഷ്ടമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കി സർക്കാർ വേണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചേട്ടാ, ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? വളരെ ദയനീയമാണ്. ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നവരുടെ നടുവൊടിയും ഞങ്ങളുടെ നടുവൊടിയുമാണ്. വണ്ടിക്കും പണി കൂടുതലാണ്, ഡീസൽ നഷ്ടവും കൂടുതലാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ പോകുന്നത്. യാത്രക്കാർ ഓട്ടം വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. സ്ഥിരമായിട്ട് ഓട്ടം വരാറില്ല ഇങ്ങോട്ട്? സ്ഥിരമായിട്ട് ഓട്ടം വരാറുണ്ട്. വരാൻ മടിയാ? ഈ ബുദ്ധിമുട്ട് വണ്ടിക്കും വാഹനത്തിനും പണിയാണ്, യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ വിളിക്കുന്നതുകൊണ്ട് യാത്രക്കാരെ വിളിക്കാൻ പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു. ഒരു ഓട്ടം വന്നാൽ അതിൻ്റെ ഇരട്ടിപ്പണിയാണ്, നഷ്ടവുമാണ്. സീറ്റിൻ്റെ പുറകിലൊക്കെ തലതട്ടായിരിക്കും വെച്ചായിരിക്കും അല്ലേ? എന്ത് ചെയ്യാനൊക്കെ ഉണ്ടാ? ഞങ്ങൾ ഗതികേടല്ലേ, പോയല്ലേ പറ്റത്തുള്ളൂ. ഞാൻ പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്ന ആളാണ്, ഒരു കൺസ്ട്രക്ഷൻ്റെ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഞാൻ എൻ്റെ 4 വീലറും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ വണ്ടി ഇപ്പോൾ ഞാൻ വർഷത്തിൽ പണിക്ക് കയറ്റിയേക്കുക. ഞാനെന്ത് ചെയ്യാൻ? ഇപ്പോൾ സ്കൂട്ടറല്ല, സ്ഥിരമായുള്ള യാത്രയില്ല. സ്ഥിരമായിട്ടാണ്. ഇപ്പോൾ 1 മാസം കൊണ്ട് വർക്ക് നടക്കുക. വണ്ടിക്ക് ഇപ്പോൾ 10,000 രൂപയുടെ പണിയുണ്ട്, വർഷത്തിൽ കയറ്റിയിട്ടേക്കുക. ഇത് ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ നാളുകളായി ഈ റോഡിൻ്റെ പണി നടത്തിയിട്ട് തന്നെ. ആൾക്കാർ എത്രയോ പേര് ഇവിടെ ഞാൻ മഴ സമയത്ത് ആ വീട് പണി നടത്തി വീണിട്ടുണ്ട്. അപകടം സ്ഥിരമാണ്. അപകടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആളുടെ പരാതിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? പരാതി പറഞ്ഞിട്ട് പറയാമല്ലോ. എന്തോ ആരും ഇതിന് നടപടി എടുക്കുന്നില്ലല്ലോ. നമ്മൾ പറയാമെന്നുള്ളതേ ഉള്ളൂ, ആരും നടപടി എടുക്കുന്നില്ല. പിന്നെ നമ്മൾ അനുഭവിക്കുക, എല്ലാവർക്കും വോട്ട് കൊടുക്കുക, എല്ലാവരും ജയിക്കുക, അവർ പോവുക. നമ്മുടെ കാര്യം മാത്രം ആരും തിരക്കുന്നില്ല. നമ്മളെ ആർക്കും വേണ്ടെന്നേ. അവർക്ക് വരുമാനം അവർ നോക്കുന്നേ ഉള്ളൂ. ചേട്ടാ, എന്തായാലും ചേട്ടൻ താഴേന്ന് വരികയല്ലേ? ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അവസ്ഥയെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും 2 കിലോമീറ്റർ വരണമെങ്കിൽ. അതുപോലെ കട്ടറ 2 പ്രാവശ്യം വീണു. അപ്പോൾ ഇതിന് റോഡ് നന്നാക്കാനുള്ള ഒരു നടപടി ഇവിടെ ഉണ്ടായിട്ടില്ലേ? ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ വഴി മാത്രമാണ് നമ്മുടെ പ്രധാനം. അതെ, വേറെ വഴിയില്ല. നമുക്ക് ഇതാ ഉള്ളു വഴി. എത്ര വർഷമായി ഈ അവസ്ഥയിലായിട്ട്? ഒരു 10-15 വർഷത്തേക്കുള്ള ഇതുപോലെ കിടക്കുക.
ഈ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഇവിടെ. നിരവധി പേരിപ്പോഴും ചികിത്സയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റോഡാണ്. അപ്പോൾ നിങ്ങൾ വല്ല യുവാക്കളൊക്കെയാണ് പ്രക്ഷോഭങ്ങളോ മറ്റു കാര്യങ്ങളോ അങ്ങനെ വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം വളരെ ഐക്യത്തോടെ പോകുന്ന ഒരു നാടാണിത്. പാർട്ടി അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ റോഡിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഞങ്ങൾക്ക് ഒരേപോലെ ഞങ്ങൾക്ക് ആവശ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഓരോ അപകടങ്ങൾ കാണുമ്പോഴും എല്ലാം നമുക്കുള്ളവരും വേണ്ടപ്പെട്ടവരും അറിയാവുന്നവരും എല്ലാം ആണ് ഈ വീഴുന്നത്. അപ്പം നമുക്ക് ഇന്ന ആളുടെ അനാസ്ഥ എന്ന് പറഞ്ഞ് നമുക്കത് ഇതാക്കാൻ പറ്റത്തില്ല. അപ്പം എല്ലാവരും ജനങ്ങളെല്ലാവരും ഒരേപോലെ പ്രതികരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെല്ലാം ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വാഹനങ്ങളൊന്നും നമുക്ക് തരുന്നില്ല. അപ്പം സ്വന്തമായിട്ടുള്ള വാഹനങ്ങളിലാണ് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൂടുതലും. ഈ പത്തനംതിട്ട ടൗൺ അടക്കം ഈ ഭാഗത്തുള്ള എല്ലാ സ്കൂളുകളിലും പോകുന്ന കുട്ടികൾ ഇതുവഴിയാണ് പോകുന്നത്. പേരൻസ് പോകുമ്പോൾ ഈ ഒരു വളവ് തന്നെ കാണാമല്ലോ. അവിടെ നിന്നൊരു കുട്ടിയെ ഫ്രണ്ടിലിരുത്തി അല്ലെ ബൈക്കിലിരുത്തി ഒരു പേരൻറ്റ് വരുമ്പം തന്നെ ഇതിലെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവർ 100% വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണ് കൂടുതലും അപകടം ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങൾ സാധാരണ ഈ ഒരു ഏരിയയിലെ ആളുകൾ ചെറിയ സെഡാൻ കാറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പം ജീപ്പും അതുപോലുള്ള വാഹനങ്ങളും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ലോങ് പോകുമ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല വെഹിക്കിൾ അത് വീട്ടിൽ തന്നെ ഇടുക. ഈ റോഡിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് തന്നെ ഏതെങ്കിലും കുറഞ്ഞ വാഹനങ്ങൾ നമ്മുടെ വാഹനങ്ങളുടെ ഷോക്ക് അബ്സർവറുകളോ ഇതിൻ്റെ വാഹനങ്ങളുടെ മെയിൻ്റനൻസ് പണികൾ ഇതൊക്കെ ഭയങ്കര വലിയ കോസ്റ്റാണ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 15 വർഷമൊക്കെ ആയി ഒരു റോഡ് പണിതിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ആരാണ് ഇവിടെ നിൽക്കുന്ന ആളുകൾ കൂടുതൽ ചുമതലപ്പെട്ട രാഷ്ട്രീയക്കാരാണെങ്കിലും ആരാണെങ്കിലും അതിന് മുൻകൈ എടുത്ത് ആദ്യമേ ചെയ്യേണ്ട ഒരു ഇതാണ്. കാര്യം ഈ പറഞ്ഞ പോലെ ഇത്രയും മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അടക്കം എല്ലാം കടന്നും എല്ലാ ആളുകൾ ഈ ഒരൊറ്റ റോഡാണ് പത്തനംതിട്ട മൈലപ്രായിൽ എത്താൻ ഏറ്റവും എളുപ്പം എന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ പോകേണ്ടത് നാരങ്ങാണം വഴി കടമനട്ട വഴി കറങ്ങി തിരിഞ്ഞ് മുണ്ടോട്ടയ്ക്കൽ വഴി പോകണം. അപ്പോൾ ഈ ഒരു റോഡ് നന്നായി കിട്ടിക്കഴിഞ്ഞാൽ ഇതുവഴി സർക്കാർ വാഹനങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ കാശ് കൊടുത്ത് ടാക്സ് കൊടുത്ത് വാങ്ങിച്ച് ഞങ്ങൾ ഈ കൊടുക്കുന്ന ടാക്സല്ലേ ഇവിടെ പോകുന്നു. അപ്പോൾ ഈ ടാക്സ് കൊടുത്ത് ഞങ്ങൾ വാഹനം വാങ്ങിച്ച് ഓടിക്കുന്ന ഞങ്ങളുടെ ഈ റോഡൊന്ന് നന്നാക്കി തന്നുകൂടെ? ഇത്രയും വർഷമായിട്ട് 15 വർഷമായിട്ട് അത് വളരെ പരിതാപകരമാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അത് എത്രയും പെട്ടെന്ന് അധികാരികൾ അതിന് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്ഥിരമായി ഇതുവഴി സഞ്ചരിക്കുന്ന ആളാണോ? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഭയങ്കര ദുഷ്കരമാണ്. വണ്ടി സർവീസ് സെൻറ്ററിൽ നിന്ന് ഇറക്കാൻ സമയമില്ല. ഷോക്ക് അബ്സർ നമ്മുടെ ഹെൽത്തിനും അതൊരു ഇതാണ്. പിന്നെ പട്ടിശല്യം രാത്രിയിലൊക്കെ വരുമ്പോൾ ഇത് കുറുക്കെടുത്ത് ചാടും, വണ്ടിക്ക് നേരെ ചാടും. എവിടെയെങ്കിലും വീണ് കയ്യോ കാലോ നടുവോ ഒടിഞ്ഞാൽ ആര് ചോദിക്കാൻ? പട്ടിശല്യം ഭയങ്കര ശല്യമാണ്. പിന്നെ റോഡ് മോശമായിട്ട് ഓടിച്ചു പോകാനും പറ്റത്തില്ല. പിന്നെ അല്ലാണ്ട് പട്ടി ചാടിക്കയറുന്നു ഈ കുണ്ടും കുഴിക്കത്തോടെ ഓടിച്ചുകൊണ്ട് എങ്ങനെ പോകാനാ? ഇവിടം തൊട്ടങ്ങ് ഇവിടെ മേളിൽ നിന്ന് തൊട്ടങ്ങ് താഴെ മൈലപ്ര വരെ റോഡ് മുടിഞ്ഞ് കിടക്കുക. എന്തോ പറയണ്ടേ? ഇപ്പോൾ നമ്മൾ സ്ത്രീകളെയും കൊണ്ടൊക്കെ പോകുമ്പോഴാണെന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാജ്യങ്ങളൊക്കെ ജനപ്രതിനിധികളോട് പറഞ്ഞിട്ടില്ലേ? ഇത് ഇന്ത്യയാണല്ലോ, ഇവിടുത്തെ ജനാധിപത്യം ഇങ്ങനെ ആണല്ലോ. വഴിയെ നടക്കുമായിരിക്കും, നടന്നാൽ കൊള്ളാം. 15 വർഷക്കാലം റോഡിൻ്റെ മെയിൻ്റനൻസ് നടത്താതിരിക്കുന്ന വലിയ ദീർഘകാലമായുള്ളൊരു സാധനമാണ് അല്ലേ? അങ്ങനെ എനിക്ക് തോന്നുന്നു വേറെ സ്ഥലത്ത് ഇത്രയും കാണുന്നത് തോന്നുന്നല്ലേ? സംഭവം റോഡിനൊരു കുഴപ്പം വരുമ്പോൾ അത്രയുടെ മാത്രമായിട്ട് കുറച്ച് മണ്ണോ ഇതൊക്കെ ഇട്ടാണ് ഇവിടെ നന്നാക്കാറുള്ളത്. നാട്ടുകാർ നിങ്ങൾ സ്വന്തമായിട്ട് ഇറങ്ങി ശരിയാക്കാറുണ്ടോ ഇവിടെ? നമ്മൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര പേര് വരും? അത് നടപടിയാവുന്ന കാര്യങ്ങളല്ല. ഈ റോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്ര ഇട ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യുവാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് മിറ്റിലും കുന്തമൊക്കെ ഇട്ടിട്ട് ആ കുഴി വന്ന ഭാഗം മാത്രമേ അത് മെയിൻറ്റെയിൻ ചെയ്തിടത്തുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. പിന്നെ മഴ പെയ്യുന്ന പറഞ്ഞാൽ അത് കുത്തികളായി പോകും. ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ ചെയ്യണം. ഈ റോഡിൻ്റെ ശരിയാക്കാനുള്ള നടപടിയിലേക്ക് ഇനി കടന്നാൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കണം? ഒട്ടേറെ കടമ്പകളുണ്ട് ഈ കാര്യത്തിൽ. അതായത് വർക്കുമായി ബന്ധപ്പെട്ട് വർക്ക് ടെൻഡർ നടപടി, ഇതുമായി ബന്ധപ്പെട്ട് AS, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ടെക്നിക്കൽ സാങ്ഷൻ, ടെൻഡർ, എഗ്രിമെൻറ്റ്. ഏറ്റവും കുറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ ഒരു 8 മാസത്തെ പ്രോസസ്സിങ് ഈ കാര്യത്തിലുണ്ട്. പിന്നെ കരാറുകാരൻ്റെ വിവേചനാധികാരമാണ്. ഇതിന് ഫണ്ടിങ് പാറ്റേൺ ഉണ്ടോ, ഇത് ചെയ്താൽ പൈസ കിട്ടുമോ എന്നൊക്കെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ലിക്വിഡ് ക്യാഷ് ഉണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിലേ കരാറുകാരന് ഇത് ടെൻഡർ ചെയ്താലും ഇതെടുക്കാൻ പറ്റും. ഒരു കരാറുകാരനെ സംബന്ധിച്ച് ടെൻഡർ ചെയ്ത് വർക്ക് എടുത്താൽ തന്നെയും അത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര നടപടിക്രമങ്ങളാണ്. പിന്നെ 6 മാസം വീണ്ടും നമുക്കിതിൻ്റെ പുറകെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരുന്നു. വീണ്ടും രജിസ്റ്റർ മുഖേന 3 പ്രാവശ്യം നോട്ടീസ് കൊടുത്ത് ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ കടമ്പയിൽ നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ
ഇനിയിപ്പം മന്ത്രിയോടൊക്കെ വീണ ജോർജിനോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇത് നമുക്ക് തീർച്ചയായും വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മന്ത്രി മാത്രമല്ല, പിന്നെ MLA എന്ന തരത്തിലും അതേപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതേപോലെ തന്നെ MP ഇവരുടെ എല്ലാം ശ്രദ്ധയിൽ വീണ്ടും നമുക്ക് പെടുത്തി ഇതൊരു കുറച്ചുകൂടെ നടപടികൾ ത്വരിതപ്പെടുത്താനുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ പ്രദേശവാസികൾ ഒന്നിച്ചുകൂടി ആലോചിച്ചൊരു തീരുമാനത്തിലെത്താനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുവാണ്, അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അപ്പം ആ ഇലക്ഷനിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രദേശവാസികൾ ഇലക്ഷനിൽ ഒരു പ്രധാന വിഷയമാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെ ആളുകളുടെ ഒരു വികാരം ആ തരത്തിലാണല്ലോ ഉണ്ടായി. ഇവിടെ റോഡുകളെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പോരാട്ടമാണ്. ജനങ്ങളെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയമല്ല. റോഡുകൾ നന്നാക്കുക, നമ്മൾ ടാക്സ് കൊടുക്കുന്നു, വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് അടയ്ക്കുന്നു, പക്ഷേ റോഡുകൾ നന്നാക്കുന്നില്ല. കസ്റ്റോഡിയൻ ആരാണെന്നുള്ളതല്ല നമുക്ക് പ്രശ്നം. ഇവിടെ വീണ് പരിക്ക് പറ്റുന്നു, കൈകാലുകൾ ഒടിയുന്നു, മറ്റു നിരന്തര അപകടങ്ങളാണ്. കാഴ്ചക്കാരായി ജനങ്ങൾ നിൽക്കുകയാണ്, അവർക്കൊന്നും ചെയ്യാതെ വിറങ്ങലിച്ചിരിക്കുന്ന ഒരവസ്ഥ. അപകടത്തിലുണ്ടാകുന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള ഉദ്യമത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇത് ജില്ലാ പഞ്ചായത്ത് വേണ്ടത്ര ജാഗ്രതയും ശ്രദ്ധയും ഇക്കാര്യത്തിലുണ്ടോ എന്നൊരു ആശങ്കയും ഇക്കാര്യത്തിൽ ജനങ്ങൾക്കുണ്ട്. വർഷങ്ങളായി തകർച്ചയിലായ വല്യേന്തി റോഡിനെ സംബന്ധിച്ച് പ്രദേശവാസികൾ വലിയ പരാതികളാണ് ഉന്നയിക്കുന്നത്. ഇനി തീരുമാനമെടുക്കേണ്ടത് അധികൃതരാണ്. ഞാൻ ഇവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു.